നിങ്ങൾക്ക് ഒരു വ്യക്തിയോട് ഭയങ്കരമായിട്ടുള്ള ദേഷ്യം തോന്നാറുണ്ടോ? ആ ദേഷ്യം അങ്ങനെ ഉള്ളിൽ കിടന്ന് പുകയാറുണ്ടോ? എല്ലാവർക്കും ഇൻസ്പയർഡ് സോഴ്സിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. പലപ്പോഴും നമുക്ക് ഉണ്ടാകുന്ന ചില വികാരങ്ങളിൽ ഒന്നാണ് ദേഷ്യം എന്ന് പറയുന്നത്. ദേഷ്യം നമുക്ക് മാനുഷികമാണ്. പലപ്പോഴും ഇത് നമ്മളിലേക്ക് കടന്നു വരുന്നു. വിവിധ തരം കാരണങ്ങൾ മൂലം അത് കടന്നു വരുന്നു. സിഗ്മണ്ട് ഫ്രോയിഡിന്റെ സൈക്കോ ഡൈനാമിക് തിയറി അനുസരിച്ച് നമ്മുടെ അൺകോൺഷ്യസ് മൈൻഡാണ് ഈ ദേഷ്യത്തിന് ആധാരമായി വർത്തിക്കുന്നതെന്ന് അദ്ദേഹം പറയുന്നു. ഇപ്പോ ഒരു വ്യക്തിയോട് ഭയങ്കരമായിട്ടുള്ള ഒരു ദേഷ്യം നമുക്ക് തോന്നുമ്പോൾ ചിലപ്പോൾ ആ വ്യക്തി ചെയ്ത ഒരു പ്രവൃത്തി വഴിയായിരിക്കാം, അല്ലെങ്കിൽ ആ വ്യക്തി നമ്മുടെ ഈഗോയെ ഹർട്ട് ചെയ്തുകൊണ്ടായിരിക്കാം ഒക്കെ അത് തോന്നുന്നത്. പക്ഷെ ഇതിന്റെ റീസൺ ശരിക്കും ഒരു അൺകോൺഷ്യസ് മൈൻഡിൽ കിടക്കുന്നുണ്ട്. നമ്മൾ പോലും അറിയാതെ നമ്മുടെ അൺകോൺഷ്യസ് മൈൻഡിൽ കിടക്കുന്നുണ്ട്. അത് ചിലപ്പോ ഒരു സിമിലർ ആക്ഷൻ വേറൊരു വ്യക്തി നമ്മളോട് ചെയ്തതിന്റെ ഒരു ഓർമ്മ നമ്മുടെ ഉള്ളിൽ അൺകോൺഷ്യസിൽ കിടക്കുകയും ഈ ഒരു പ്രത്യേക ആക്ഷൻ അതിനെ അൺകോൺഷ്യസ് മൈൻഡിനെ ട്രിഗർ ചെയ്യുകയും അതുവഴി നമുക്ക് ആ ദേഷ്യം തിളച്ചു പൊന്തുന്ന ഒരു അവസ്ഥയിലേക്ക് ആയിരിക്കാം. അതോടൊപ്പം തന്നെ കൊഗ്നിറ്റീവ് തിയറിസ്റ്റുകൾ പറയുന്ന മറ്റൊരു അഭിപ്രായം എന്ന് പറയുന്നത് ഏകദേശം ഇതിനോട് തന്നെ തുലനം ചെയ്തു പോകുന്ന ഒരു അഭിപ്രായം തന്നെയാണത്. അതായത് നമുക്ക് നമ്മളിൽ ഉണ്ടാകുന്ന ചില കൊഗ്നിറ്റീവ് ബയാസ് വഴിയായിട്ട് മറ്റുള്ളവരോട് ഈ ഒരു അമർഷം, ദേഷ്യം തോന്നാനായിട്ടുള്ള ഒരു സാധ്യതയാണ്. അത് കൊഗ്നിറ്റീവ് ബയാസ് ഒരു ഐഡിയ അല്ലെങ്കിൽ ഒരു ബിലീഫ് സിസ്റ്റത്തിന്റെ രൂപത്തിലാണ് നമ്മുടെ ഉള്ളിൽ കിടക്കുന്നത്. അതായത് ഇതുപോലെ തന്നെ ഒരു വ്യക്തി നമ്മുടെ പാസ്റ്റിൽ നമുക്ക് ഇഷ്ടമല്ലാത്ത എന്തോ ഒരു കാര്യം ചെയ്തു, ആ സാഹചര്യം അല്ലെങ്കിൽ ആ വ്യക്തി വീണ്ടും റിപ്പീറ്റഡ് ആയിട്ട് നമ്മുടെ ലൈഫിലേക്ക് കടന്നു വരുന്നതായിട്ട് തോന്നുകയും അങ്ങനെ ആ വ്യക്തിയോട് ഒരു ഭീകരമായ അമർഷവും ദേഷ്യവും തോന്നുന്ന ഒരു സാഹചര്യം. എന്നിരുന്നാലും ദേഷ്യം എന്ന് പറയുന്ന ഒരു വികാരം എന്തൊക്കെ തിയറി ആട്രിബ്യൂട്ട് ചെയ്താലും ദേഷ്യം എന്ന് പറയുന്ന ഒരു വികാരം പലപ്പോഴും ഒരു റിയാലിറ്റി ആയിട്ട് തന്നെയാണ് നമ്മൾ ഫീൽ ചെയ്യുന്നത്. പലപ്പോഴും സൊസൈറ്റി ഈ ഒരു എക്സ്പ്രഷൻ ഓഫ് ആങ്കറിനെ പലപ്പോഴും ആക്സെപ്റ്റ് ചെയ്യാതിരിക്കുന്ന ഒരു സിറ്റുവേഷൻ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇപ്പോ യൂറോപ്പിലൊക്കെ ആണെങ്കിൽ പെട്ടെന്നുള്ള ഒരു ആങ്കർ, മറ്റുള്ളവരോട് കാണിക്കുന്ന ഒരു അഗ്രഷൻ മനോഭാവം ഒക്കെ പെട്ടെന്ന് പണിഷ് ചെയ്യപ്പെടുന്ന ഒരു ഒഫൻസ് ആയിട്ട് മാറി. ഇപ്പൊ മറ്റുള്ളവരെ ഒരു ദേഷ്യത്തോടെ നോക്കുന്നത് പോലും പലപ്പോഴും ഒരു ഭയങ്കര ഒഫൻസ് ആയിട്ടൊക്കെ കൺസിഡർ ചെയ്യപ്പെടുന്നുണ്ട്. അപ്പൊ സൊസൈറ്റി അല്ലെങ്കിൽ മതം ഒക്കെ ദേഷ്യത്തെ എടുക്കുന്നത് വലിയൊരു തെറ്റായിട്ടും വലിയൊരു മാനസിക വിഭ്രാന്തിയായിട്ടോ അല്ലെങ്കിൽ ഒരു ന്യൂറോട്ടിക്കോ അല്ലെങ്കിൽ ന്യൂറോസിസ് ആയിട്ടുള്ള ഒരു കാര്യമായിട്ടോ ഒക്കെയാണ്. പക്ഷെ ഈ ഒരു ദേഷ്യം എന്ന് പറയുന്നത് ആഫ്റ്റർ ഓൾ എനിക്ക് ദേഷ്യം തോന്നുമ്പോൾ അത് ഒരു റിയാലിറ്റിയാണ് എന്നുള്ളതാണ്. എനിക്ക് ദേഷ്യം തോന്നുന്നു എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റ്മെന്റ്, നൗ വാട്ട് ഐ ആം ഫീലിംഗ്, ദാറ്റ് ഈസ് മൈ പ്രസന്റ് സ്റ്റാറ്റസ് ഓഫ് മൈൻഡ്. ഐ ആം ഫീലിംഗ് ആംഗ്രി. എനിക്ക് ദേഷ്യം തോന്നുന്നു എന്നുള്ളത് ഒരു റിയാലിറ്റിയാണ്. അത് മതം അല്ലെങ്കിൽ ഐഡിയോളജീസ് അല്ലെങ്കിൽ മൊറാലിറ്റി പറയും നിങ്ങൾക്ക് ദേഷ്യം വരുന്നത് ഒരു തെറ്റാണ്, അല്ലെങ്കിൽ അതിനെക്കുറിച്ചൊരു നിങ്ങൾക്ക് ഗിൽറ്റ് കോൺഷ്യസ് ഉണ്ടാവണം എന്നൊക്കെ നമുക്കുണ്ടാക്കി നമ്മുടെ മതവും മറ്റ് അല്ലെങ്കിൽ സമൂഹവും ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഒരു സൂപ്പർ ഈഗോ നമ്മിൽ കയറി കളിക്കാനായിട്ടുള്ള കാര്യമുണ്ട്, വളരെയധികം ഉണ്ട്. പക്ഷെ ശരിക്കും നമുക്ക് ദേഷ്യം തോന്നുന്നു എന്ന് പറയുന്ന ഒരു റിയാലിറ്റിയാണ്. So here I have to understand the reality that I am angry. Okay, this is a human feeling and I am angry. Here I am totally accepting that I am angry. സോ ഞാൻ ആംഗ്രി ആകുമ്പോൾ എൻ്റെ ഇമോഷണൽ പാർട്ട് ഓഫ് ബ്രെയിൻ അറൗസ്ഡ് ആകപ്പെടുകയാണ്. അപ്പോൾ എനിക്ക് പിന്നീട് ഉണ്ടാകുന്ന സെക്കൻഡ് ആക്ഷൻ ആണ് എക്സ്പ്രഷൻ ഓഫ് ആങ്കർ എന്ന് പറയുന്നത്. ഈ എക്സ്പ്രഷൻ ഓഫ് ആങ്കർ എന്ന് പറയുന്നത് ചിലപ്പോൾ സംഭവിക്കാതിരിക്കാം. പലതരം കാരണങ്ങൾ കൊണ്ട് നമ്മൾ സമൂഹത്തെ ഭയപ്പെടുന്നത് കൊണ്ട്, അല്ലെങ്കിൽ മൊറാലിറ്റിയെ അല്ലെങ്കിൽ മതത്തെ അല്ലെങ്കിൽ എന്താ പറയാ നിയമത്തെ ഒക്കെ ഭയപ്പെടുന്നത് കൊണ്ട് അത് സംഭവിക്കാതിരിക്കാം. പക്ഷെ ഇതുകൊണ്ടൊക്കെ നമ്മൾ ദേഷ്യത്തെ നമുക്ക് പൂർണ്ണമായി ഒഴിവാക്കാനായിട്ട് പറ്റുമോ? ഇവിടെ നമ്മൾ ചെയ്യുന്നത് സപ്രഷൻ എന്നൊരു ആക്ഷൻ ആണ്. ആ ദേഷ്യത്തെ സപ്രസ് ചെയ്ത് വെക്കുക മാത്രമാണ് ചെയ്യുന്നത്. സോ ആം ഐ ടോട്ടലി അണ്ടർസ്റ്റാൻഡിങ് ദ ആങ്കർ ദാറ്റ് ഈസ് ഗോയിങ് ഓൺ ഇൻസൈഡ് മീ. സോ ആങ്കർ എന്ന് പറയുന്ന ഒരു അവസ്ഥ എന്നിലൂടെ കടന്നു പോകുന്നുണ്ട്. അപ്പോ ഇത് ആങ്കർ എന്ന് പറയുന്ന ഒരു അവസ്ഥയ്ക്ക് രണ്ടാമത്തെ ഒരു അവസ്ഥ എന്ന് പറയുന്നതാണ് എക്സ്പ്രഷൻ ഓഫ് ആങ്കർ എന്ന് പറയുന്നത്. ഞാൻ ഇതിനെ എക്സ്പ്രസ് ചെയ്യുന്നു എന്ന് പറയുന്നത്. അപ്പോ ഇതിനെ എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ലോജിക്കലി അതിനെ മനസ്സിലാക്കുകയാണെങ്കിൽ എക്സ്പ്രഷൻ ഓഫ് ആങ്കറിനെ ഞാൻ കുറച്ചു നേരത്തേക്കൊന്ന് മാറ്റിവെക്കുകയാണ്. ഓക്കെ, എനിക്ക് ദേഷ്യം തോന്നുന്നുണ്ട്, ഞാനിപ്പോൾ ദേഷ്യപ്പെടുന്നില്ല, ഈ ദേഷ്യത്തെ ഞാൻ കുറച്ചു നേരത്തേക്ക് മാറ്റിവെക്കുകയാണ്. അപ്പോൾ എന്റെ തിങ്കിങ് പാർട്ട് ഓഫ് ബ്രെയിൻ അല്ലെങ്കിൽ പ്രീഫ്രണ്ടൽ കോർട്ടക്സ് അതിൽ വർക്ക്ഔട്ട് ചെയ്യാനായിട്ട് തുടങ്ങും.
അവിടെ ഒബ്സർവേഷൻ ഓഫ് ആങ്കർ നടക്കുന്നു, അല്ലെങ്കിൽ എ ലോജിക്കൽ അനാലിസിസ് ഓഫ് ആങ്കർ നടക്കുന്നു. എന്തുകൊണ്ടാണ് ഞാൻ ആംഗ്രി ആയിരിക്കുന്നത്? ഈ ഒരു ദേഷ്യത്തിന്റെ അവസ്ഥ എനിക്ക് എങ്ങനെ വന്നു? ഏത് കാരണങ്ങളാലാണ് ഞാൻ ഇവിടെ ദേഷ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്? എനിക്കിത് കൂടെ കൂടെ ഉണ്ടാകുന്നുണ്ടോ? എനിക്ക് ഇതിനെ മാറ്റാനാകുമോ? അങ്ങനെയുള്ള പല വിധത്തിലുള്ള ക്വസ്റ്റ്യനുകൾ എൻ്റെ ബ്രെയിൻ ആസ്കിങ് ക്വസ്റ്റ്യൻസ്, ഓക്കെ, ആ ഒരു പ്രോസസ്സിലേക്ക്, ഒരു തിങ്കിങ് അല്ലെങ്കിൽ ഒരു റാഷണൽ ആസ്പെക്റ്റിലേക്ക് മൈൻഡ് കടന്നു വരികയാണ്. അവിടെ എനിക്ക് എൻ്റെ ആങ്കറിനെ കൂടുതലായിട്ട് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നു. അല്ലെങ്കിൽ ഒരു ഒബ്സർവേഷൻ, അല്ലെങ്കിൽ ഒരു മെഡിറ്റേഷൻ, അല്ലെങ്കിൽ റിഫ്ലക്ഷൻ ഓഫ് ആങ്കർ സംഭവിക്കുകയാണ്. അങ്ങനെ നമുക്ക് നമ്മുടെ ആങ്കറിനെ ഒരു ഡിലൈഡ് എക്സ്പ്രഷനിലേക്ക് കൊണ്ടുവന്ന് എത്തിക്കാനായിട്ട് സാധിക്കുകയാണെങ്കിൽ കൂടുതൽ ഫസ്റ്റ് സ്റ്റെപ്പിൽ നമ്മൾ ചിലപ്പോൾ പരാജയപ്പെടാം, സെക്കൻഡ് സ്റ്റെപ്പ്, തേർഡ് സ്റ്റെപ്പ്. സോ സ്ലോലി നമുക്ക് ആ ഒരു ഒബ്സർവേഷൻ ഓഫ് ആങ്കറിലേക്ക് കടന്നു വരാനായിട്ട് സാധിക്കുന്നു. അങ്ങനെ നമ്മുടെ ആങ്കറിനെ നമുക്ക് കൂടുതൽ റാഷണൽ ആയിട്ട് മനസ്സിലാക്കുവാനും അതിനെ ആക്സെപ്റ്റ് ചെയ്യുവാനും അതിനെ സപ്രസ് ചെയ്യാതെ അതിന്റെ കാരണങ്ങളെ കണ്ടെത്തിക്കൊണ്ട് നമുക്ക് നമ്മുടെ ആങ്കറിന് ശരിയായ വിധത്തിലുള്ള ഒരു ഇന്റർപ്രിട്ടേഷൻ കൊടുക്കുകയും അതോടൊപ്പം തന്നെ അതിനെ നല്ല രീതിയിൽ ഒരു പൊളൈറ്റ് ആയിട്ടുള്ള രീതിയിൽ മനസ്സിലാക്കി അതിനെ നമ്മളെ സപ്രസ് ചെയ്യാതെ അതിനെ ഉൾക്കൊണ്ടുകൊണ്ട് നമുക്ക് ജീവിക്കാൻ ശ്രമിക്കാം. താങ്ക് യു ഡിയർ ഫ്രണ്ട്സ്.